വെൽക്കം ബാക്ക് ടു ന്യൂ എപ്പിസോഡ് ഓഫ് അവർ ട്രാവൽ സ്റ്റോറീസ്. ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് സാധാരണ പോലത്തെ ഒരു ഫുൾ ലെങ്ത് എപ്പിസോഡല്ല. നിങ്ങളെല്ലാവരും നേര്യമംഗലം അടിമാലി റൂട്ടിലുള്ള ചീയപ്പാറ വെള്ളച്ചാട്ടം കണ്ടിട്ടുണ്ടാവും. നമ്മൾ മെയിൻ റോഡിൽ നിന്ന് കാണുന്ന ആ വെള്ളച്ചാട്ടത്തിൻ്റെ ടോപ്പിൽ നിന്നുള്ള കാഴ്ചകളാണ് ഇന്നത്തെ എപ്പിസോഡിൽ. അധികം ആരും എക്സ്പ്ലോർ ചെയ്യപ്പെടാത്ത ഈ സ്ഥലത്തിൻ്റെ കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിക്കണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഇതൊരു ചെറിയ വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. നേര്യമംഗലം അടിമാലി റൂട്ടിൽ 6-ാം മൈലിന് സമീപം വാളറ ചെക്ക് പോസ്റ്റിൻ്റെ സൈഡിലൂടെയുള്ള ആ റോഡിലൂടെയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ റൂട്ടിൽ തന്നെയാണ് നമ്മൾ മാമലക്കണ്ടമൊക്കെ നേരത്തെ പോയത്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 2-3 കിലോമീറ്റർ കഴിയുമ്പോഴത്തേക്ക് ഒരു കുരിശടിയുള്ള ജംഗ്ഷൻ എത്തും. അവിടെ നിന്ന് അകത്തോട്ട് കാണുന്ന കോൺക്രീറ്റ് ഇട്ട ഈ വഴിയിലൂടെയാണ് നമുക്ക് ഇനി പോകേണ്ടത്. അതുവഴി ഏകദേശം ഒരു 2 കിലോമീറ്റർ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ചെക്ക് ഡാം കാണാൻ പറ്റും. ആ ചെക്ക് ഡാം ക്രോസ് ചെയ്ത് അകത്തോടെ കയറിയാണ് നമുക്ക് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ടോപ്പിലേക്ക് പോകുന്നത്. ഈ കാണുന്ന ഈ ഒരു ചെറിയ നോച്ചിലൂടെ ഒഴുകുന്ന ഒരു വെള്ളമാണ് താഴെ ചെന്ന് വലിയൊരു വെള്ളച്ചാട്ടമായി മാറുന്നത്. ചെക്ക് ഡാം ക്രോസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ കാണുന്ന പാറയുടെ മുകളിലൂടെ കയറി ഇറങ്ങി വേണം നമുക്കിനി പോകുവാനായിട്ട്. മഴ പെയ്ത് കിടക്കുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല സ്ലിപ്പായിട്ടായിരുന്നു കിടന്നിരുന്നത്. അതുകൊണ്ട് ഇരുന്നും നിരങ്ങിയൊക്കെ ഇറങ്ങിയാണ് താഴോട്ട് പോയത്. താഴോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ തന്നെ വെള്ളച്ചാട്ടത്തിൻ്റെ തുടക്കഭാഗം നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു സ്ഥലമൊന്നും അധികം പേർക്കൊന്നും അങ്ങനെ അറിയില്ല. മാപ്പിലൊന്നും ഈ ഒരു സ്ഥലത്തിൻ്റെ ലൊക്കേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇവിടുത്തെ ലോക്കൽസ് വഴിയാണ് മുന്നേ ഞങ്ങൾ ഈ സ്ഥലത്തെക്കുറിച്ച് അറിഞ്ഞത്. നമ്മൾ റോഡിൽ നിന്ന് 7 തട്ടുകളായി കാണുന്ന ആ വലിയ വെള്ളച്ചാട്ടത്തിൻ്റെ ടോപ്പിലുള്ള ഒരു ഭാഗമാണിത്. ഈ ഒരു പോയിന്റിൽ നിന്നാണ് വെള്ളം താഴേക്ക് വീഴുന്നത്. താഴെ കാണുന്ന ആ മരത്തിൻ്റെ ചുവട്ടിൽ പോയി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ വെള്ളച്ചാട്ടം താഴേക്ക് പതിക്കുന്നതും റോഡിലൂടെ വണ്ടികളൊക്കെ പോകുന്നതൊക്കെ വളരെ ഉയരത്തിൽ നിന്ന് കാണാൻ പറ്റും. എന്നാൽ ഇപ്പം നല്ല സ്ലിപ്പായിട്ട് കിടക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗത്തേക്ക് പോകുന്നതൊക്കെ വളരെയധികം റിസ്ക്കാണ്. വലിയ കുത്തൊഴുക്കൊന്നുമില്ലാത്ത സമയമാണെങ്കിൽ വെള്ളച്ചാട്ടത്തിൽ നമുക്ക് ഇറങ്ങി കുളിക്കാനൊക്കെ പറ്റുന്നതാണ്. സാധാരണഗതിയിൽ ലോക്കൽസൊക്കെ ഇവിടെ എല്ലാ ദിവസവും കുളിക്കാനൊക്കെ വരുന്നുണ്ട്. വെള്ളച്ചാട്ടത്തിൻ്റെ ടോപ്പിൽ നിന്നുകൊണ്ട് ഞങ്ങളെടുത്ത കുറച്ച് ഡ്രോൺ ഷോട്ട്സ് ഒന്ന് കണ്ടാലോ. ഈ ഒരു സ്ഥലത്തിൻ്റെ ഭംഗിയും ആംബിയൻസും ഒക്കെ കണ്ട് ഇങ്ങോട്ടൊരു ട്രിപ്പ് വരാൻ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് അല്ലാത്തതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് ഫാമിലി ആയിട്ട് വരുവാനൊക്കെ വളരെയധികം ബുദ്ധിമുട്ടാണ്. വരുന്ന വഴി ഫുള്ള് പാറയും സ്ലിപ്പായ സർഫസൊക്കെ ആയതിനാൽ ഇങ്ങോട്ട് വരുമ്പോൾ തെന്നി വീഴാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. വരുന്ന വഴിയിൽ ചില സ്ഥലങ്ങളിൽ വെള്ളത്തിലൂടെ ഇറങ്ങി നടന്നു പോകേണ്ടത് കൊണ്ട് പെട്ടെന്ന് ഒരു മഴയുണ്ടായി നീരൊഴുക്കൊക്കെ കൂടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് തിരിച്ചു പോകുവാനൊക്കെ ബുദ്ധിമുട്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ചെങ്കുത്തായ ഈ പാറയുടെ സൈഡിൽ ഒരു ഹാൻഡ് റെയിൽ പോലും ഇല്ല. മഴക്കാലത്ത് പതഞ്ഞൊഴുകുമെങ്കിലും വേനൽ കടുത്തു കഴിഞ്ഞാൽ വെള്ളച്ചാട്ടം വറ്റി തുടങ്ങും. എല്ലായ്പ്പോഴും വെള്ളച്ചാട്ടം സജീവമായി നിലനിർത്താനുള്ള പദ്ധതിയെക്കുറിച്ച് പഞ്ചായത്തും ജില്ലാ ടൂറിസം കൗൺസിലും ഒക്കെ ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ തോട്ടിൽ തടയണ നിർമ്മിച്ച് വേനൽക്കാലത്ത് ചീയപ്പാറയിൽ വെള്ളം എത്തിക്കുകയോ ആവറകുട്ടി പുഴയിൽ നിന്ന് വെള്ളം എത്തിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ 12 മാസവും വെള്ളച്ചാട്ടം കാണാനുള്ള അവസരമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മൂന്നാറിൻ്റെ കവാടമായ നേര്യമംഗലത്തൂടെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം വണ്ടി നിർത്തുന്ന സ്പോട്ട് ഒരുപക്ഷെ ഇതായിരിക്കും. മഴക്കാലത്ത് അത്ര ഭംഗിയാണ് ഈ ഒരു വെള്ളച്ചാട്ടത്തിന്. കുട്ടിക്കാലത്തൊക്കെ ഈ റൂട്ടിൽ പോകുമ്പം ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഹൈറ്റൊക്കെ കണ്ട് അമ്പരന്ന് നിന്നിട്ടുണ്ട്. അന്നു മുതൽ ഇതിൻ്റെ മുകളിൽ എന്തായിരിക്കുമെന്ന് വളരെയധികം ആകാംക്ഷയുണ്ടായിരുന്നു. ഇതിൻ്റെ താഴെ നിൽക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ടോപ്പിലൊക്കെ ഫുൾ കാടായിരിക്കുമെന്നായിരിക്കും. പക്ഷേ ഇതിൻ്റെ മുകളിൽ സാധാരണ പോലെ തന്നെ ആൾക്കാർ താമസിക്കുന്നുമുണ്ട്.
ഈ വെള്ളച്ചാട്ടം കണ്ടിട്ടുള്ള 99% ആളുകളും ഇതിൻ്റെ ടോപ്പിൽ പോയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ കാഴ്ചകളൊക്കെ 4K ക്ലാരിറ്റിയിൽ നിങ്ങളെ കാണിച്ചു തരണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചത്. ഏതായാലും ഈ ഒരു ചെറിയൊരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ പുതിയ കാഴ്ചകളുമായി വീണ്ടും കാണാം. അണ്ടിൽ ദെൻ ബൈ.